ക്യാമ്പസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പും പഠനോപകരണ വിതരണവും ലൈബ്രറികൾക്കുള്ള ബുക്ക് റാക്ക് വിതരണവും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പ്രസ്തുത പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ പ്രവീൺ KD സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രസിഡന്റ് ലൈസഫ തോമസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ, ഹെഡ്മിസ്ട്രസ് ബീന CK തുടങ്ങിയവർ പദ്ധതി വിശദീകരണവും മെമ്പർമാരായ ലളിത ബാബു, ലീല വില്യം, ജോസ് PJ, ലക്ഷ്മണൻ KC തുടങ്ങിയവർ സ്വാഗതവും ആശംസിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യപ്പെടുന്നത്. ഇത് നമുക്കറിയാം, അറിവ് വിരൽത്തുമ്പിലാണ്. വിദ്യാഭ്യാസം എന്നാൽ അത് ഓൺലൈനിലേക്കും ഡിജിറ്റൽ യുഗത്തിലേക്കും മാറിക്കഴിഞ്ഞു. അപ്പം കുട്ടികൾക്ക് എന്തുകൊണ്ടും ഈ ലാപ്ടോപ്പ് എന്നത് അവരുടെ പഠനത്തിന് ഒത്തിരിയേറെ വിജയത്തിലെത്താൻ അവരെ സഹായിക്കും എന്ന് നമുക്ക് തർക്ക വിഷയമില്ല. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ലാപ്ടോപ്പ് കൊണ്ട് കുട്ടികൾ മുന്നോട്ടുള്ള അവരുടെ പഠനത്തിൽ നല്ല ഒരു വിജയം കണ്ടെത്തി ഇത് അർത്ഥപൂർണമാണെന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സുജന ക്ഷണിക്കുന്നു. ഈ പദ്ധതിയുടെ വിശദീകരണം എന്നതാണ് ഈ ചടങ്ങ് ഇവിടെ വെച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഠന പദ്ധതിയാണ്. ഏസറിന്റെ ഏറ്റവും പുതിയ മോഡൽ ലാപ്ടോപ്പാണ് വിതരണം ചെയ്യുന്നത്. 14 പേർക്കാണ്. 5 SP വിഭാഗത്തിൽപ്പെട്ടത്, 9 SC വിഭാഗത്തിൽപ്പെട്ടതുമായ ഉന്നത പഠനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. വന്നപ്പോഴേക്കും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് അത് വിതരണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ കോൺടാക്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ലാപ്ടോപ്പ് വിതരണമാണ് ഇവിടെ നടന്നത്. ഒരു വർഷങ്ങളിൽ നമ്മൾ പോയിരുന്ന പദ്ധതികൾ വച്ചിട്ടുണ്ട്. കിട്ടാത്ത പിള്ളേർക്ക് വിഷമമാണ്. അടുത്ത വർഷങ്ങളിൽ കിട്ടുന്നത് ഈശോയുടെ പ്രാർത്ഥിക്കാം. ഈ പരിപാടിക്കെല്ലാം കഴിഞ്ഞ 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് SC ST കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും അതുപോലെ തന്നെ വായനശാലകളിലുള്ള ബുക്ക് റാക്ക് വിതരണവും. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 20 ആകുമ്പോഴേക്ക് ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായതാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് തന്നെ അതിനുശേഷം ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ ഒരു പഠനോപകരണങ്ങളും ബുക്ക് റാക്കും ഒക്കെയാണ് ഇപ്പോഴിവിടെ വിതരണം ചെയ്യുന്നത്. SSC കുട്ടികൾക്കുള്ള ഫർണിച്ചർ, പഠനമേശയും കസേരയുമാണ്. 5000 രൂപ വില മതിക്കുന്ന മേശയും കസേരയും 15 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. 75,000 രൂപ നൽകും. അതുപോലെ തന്നെ ST വിദ്യാർത്ഥികൾക്കുള്ളത് 6000 രൂപ, അതായത് മേശയും ആംഡ് ചെയറാണ്. അത് 15 കുട്ടികൾക്കാണ് 90,000 രൂപ. അപ്പോൾ ഈ 2 പ്രൊജക്റ്റ് കൂടാതെ വായനശാലകൾക്കുള്ള ബുക്ക് റാക്ക് അത് 8 വായനശാലകൾക്കാണ്. നമ്മുടെ നാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന 8 വായനശാലകൾക്കാണ് ആ ബുക്ക് റാക്ക് അനുവദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വർഷം പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ തോന്നി നല്ലൊരു ഹാപ്പി അല്ലേ? അപ്പം ഇനി നന്നായിട്ട് പഠിക്കുക,
നിങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, ജോലി കിട്ടിയോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വളരെ ഒരു വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. ഇത് സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ആണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ അതിന്റെ വലിയ മൂല്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ നന്നായിട്ട് സൂക്ഷിക്കുക. അതുപോലെ ഈ ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈ ഒരു നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാൻ കഴിയുന്ന പോലെ ചെയ്യുക. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനും കൂടി കുറച്ച് ശ്രദ്ധ കാണിക്കുക. അപ്പം അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.